ഈ ആഴ്ച നമുക്ക് കുറേയധികം ന്യൂസ് നമുക്ക് ഡി സിയുടെ മാർവലിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഒറ്റ റീസൺ ഉള്ളത് കൊണ്ട് തന്നെയാണ് സിനിവേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തന്നെ ആലോചിച്ച് നമുക്ക് ആദ്യം ഹീറോവേഴ്സ് ചെയ്യാം. കാരണം നമുക്ക് ഇതേപോലെ തന്നെ കുറേയധികം മൂവീസിന്റെ അപ്ഡേറ്റ് നമുക്ക് എന്താണെങ്കിലും മാർവല്, ഡി സി, സോണിയുടെ ഒക്കെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ അത് തന്നെ നമുക്ക് ആദ്യം ചെയ്തേക്കാന്ന് ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളത്. സോ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ആരുടെയും ഞാൻ കളയുന്നില്ല, കാരണം സമയം നമ്മുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ടത് തന്നെയാണ്. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോർ അടിപ്പിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ അത് തന്നെ നമുക്ക് നേരെ നെറ്റ്ഫ്ലിക്സിന്റെ അപ്ഡേറ്റിലേക്ക് നമുക്ക് നോക്കാം. അതായത് ഈ സെപ്റ്റംബർ 16 മുതൽ 19 വരെ നെറ്റ്ഫ്ലിക്സിന്റെ ഗീക്ഡ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ വൺ പീസിന്റെ സീസൺ 2, വെനസ്ഡേയുടെ സീസൺ 2, അത് കൂടാതെ തന്നെ സ്ട്രേഞ്ചർ തിങ്സിന്റെ സീസൺ 5, സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 2, ഇതേപോലെ തന്നെ കുറേയധികം ഇനി വരാൻ പോകുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസുകളുടെ സിനിമകളുടെയൊക്കെ ഒരു അപ്ഡേറ്റ് നമുക്ക് എന്താണെങ്കിലും ഗീക്ഡ് വീക്കിൽ ലഭിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ ഈ പറഞ്ഞ സീരീസിനൊക്കെ നിങ്ങൾ ആക്ച്വലി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും സ്റ്റേ ട്യൂൺ ഫോർ നെറ്റ്ഫ്ലിക്സ് ഗീക്ക് വീക്ക് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളൂ. ഇനി നമുക്ക് നേരെ ഏലിയൻ സിനിമ, ഏലിയൻ റോമുലസ് അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കുന്നുണ്ട്. സോ ആ ഒരു സിനിമയോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് അതിൻ്റെ ഒരു സീരീസ് ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് കുറേയധികം അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സീരീസിൻ്റെ പേര് ഏലിയൻ എർത്ത് എന്ന് തന്നെയായിരിക്കും. ആൻഡ് ഈ സീരീസ് അടുത്ത വർഷമായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഏകദേശം ചെറിയ രീതിയിൽ അതിൻ്റെ സിനോപ്സിസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏലിയൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് മുമ്പായിരിക്കും ഈ ഒരു ഇവൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നതെന്നാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. അതേന്ന് പറഞ്ഞാൽ കുറേ സ്പേസ് എക്സ്പ്ലോറേഴ്സ് ചേർന്നിട്ട് പോയിട്ട് ഒരു ഏലിയൻ ഡെർലിക് സ്പേസ് ഷിപ്പ് കണ്ടുപിടിക്കുന്നു. ഇത് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാ സിനിമയുടെയും പ്ലോട്ട്. അല്ലാതെ വലിയൊരു പുതുമയൊന്നുമില്ല. പക്ഷെ എന്നാലും ഏലിയൻ എർത്ത് എന്നൊക്കെ പേര് വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ അവർ ഈ ഏലിയനെ പോയിട്ട് തിരിച്ചെടുത്ത് ഫേസ് ഹഗ്ഗേഴ്സിനെയൊക്കെ കൊണ്ട് എർത്തിലേക്ക് വരുമോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എക്സൈറ്റഡ് ആണ് ഏലിയൻ എർത്ത് സീരീസ് കാണാൻ എന്നുള്ള കാര്യം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് നേരെ മാർവലിന്റെ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഏറ്റവും കിഡിലനായിട്ടുള്ള ആനിമേറ്റഡ് സീരീസ് ആയിട്ടുള്ള X-Men 97 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സീസൺ 1ഉം സീസൺ 2ഉം റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്യൂ ഡിമിയോ തന്നെയായിരുന്നു. ആൻഡ് എന്താ പറയണ്ട, ഒരു കാര്യമില്ലാതെ മാർവല് പുള്ളിക്കാരനെ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പുറകിലുള്ള റീസൺ എന്താണ്, അതായത് എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ, അതായത് സീസൺ 1 കിടിലൻ തന്നെയാണ്, സീസൺ 2 പുള്ളിക്കാരൻ തന്നെ റൈറ്റ് ചെയ്തേക്കണം. പക്ഷെ പെട്ടെന്ന് എന്തുകൊണ്ട് പുള്ളിക്കാരനെ ഫയർ ചെയ്തു എന്നുള്ളതിന്റെ ഒരു ആൻസർ നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ അടുത്തൊരു ഇന്റർവ്യൂവിനകത്ത് ബ്യൂ ഡിമിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കറിയണോ ആ ഒരു നിഗൂഢമായ രഹസ്യം? നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒൺലി ഫാൻസ് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എൻ്റെ പൊന്നോ, ഇനിയിപ്പോൾ എല്ലാവരും ഇതേപോലെ എന്താ പറയുക ഒൺലി ഫാൻസ് ഉണ്ടാക്കൽ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം ചോദിക്കാം, നമുക്കൊരു ഒൺലി ഫാൻസ് ഉണ്ടാക്കിയാലോ? വെറൈറ്റി ആയിരിക്കും അല്ലേ? എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും ഒൺലി ഫാൻസ് തന്നെയായിരുന്നു. നമ്മുടെ ആരാ പറഞ്ഞ സിഡ്നി സ്വീനിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഒൺലി ഫാൻസ് ഉണ്ടാക്കൽ തന്നെയാണ് പരിപാടി. ഇനി അവിടെ നമുക്ക് നേരെ നമ്മുടെ DC എൽസ് വേൾഡ് സ്റ്റോറി ലൈനകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാട്രീസിന്റെ ബാറ്റ്മാനെ കുറിച്ചിട്ടൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാട്രീസ് റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുള്ള ബാറ്റ്മാന്റെ രണ്ടാമത്തെ സിനിമ കുറച്ചും കൂടി ഡീപ്പായിട്ട് കറപ്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ വേൾഡിൽ തന്നെ കുറേയധികം രീതിയിലുള്ള കറപ്ഷൻസ് ഉണ്ട്. ആ കറപ്ഷൻസിന്റെ ഓരോ ലെയർ തന്നെയായിരിക്കും ബാറ്റ്മാൻ അല്ലെങ്കിൽ ബ്രൂസ് വെയിൻ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ട് പുള്ളിക്കാരൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൂടുതൽ കോമിക് ബുക്ക് അപ്രോച്ച് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ചും കൂടി റിയൽ ലൈഫ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് മാറ്റ് റീവ്സിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ബാറ്റ്മാന് കൊടുക്കാൻ പോണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ആദ്യത്തെ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി എന്താ പറയുക ഭയങ്കര ഡാർക്ക് ആയിരുന്നു ആ സിനിമ. കുറച്ചും കൂടി റിയൽ ലൈഫിൽ സംഭവിക്കുന്നത് തന്നെയായിരുന്നു. അതായത് അധികം ഫാന്റസി ജോണറിലേക്ക് അത് എത്തിയിട്ടില്ലായിരുന്നു. സോ ഈ ഒരു സിനിമയും ഏകദേശം അത് തന്നെയാണ് അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് റിയൽ ലൈഫിൽ ഇതേപോലെ ഒരു വിജിലാൻറ്റി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? കാരണം ബാറ്റ്മാന് സൂപ്പർ പവേഴ്സും കാര്യങ്ങളൊന്നുമില്ല. പുള്ളിക്കാരൻ്റെ സൂപ്പർ പവർ എന്താണെന്ന് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. വാട്ട്സ് യുവർ സൂപ്പർ പവർ? ഐ ആം റിച്ച്. സോ അത് തന്നെയാണ് പുള്ളിക്കാരൻ മാറ്റ് റീവ്സ് കുറച്ചും കൂടി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ എക്സൈറ്റഡ് തന്നെയാണ് ബാറ്റ്മാന്റെ പുതിയ സിനിമ കാണാൻ. നമുക്ക് ഈ ആഴ്ച മാർവലിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ന്യൂസിലേക്കാണ് നമുക്ക് കിടക്കാം. മറ്റാരുടെയും ഭാഗത്തു നിന്നല്ല, ബ്രാഡ് വിന്റർബർണിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ആരാണ് ബ്രാഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രാഡ് ആണ് പുതിയ കെവിൻ ഫീജി ഫോർ മാർവൽ TV സീരീസും അത് കൂടാതെ തന്നെ ആനിമേഷനും തന്നെ. കാരണം അതിന്റെ ഹെഡ് ബ്രാഡ് തന്നെ ആയിരിക്കും. ആൻഡ് ബ്രാഡിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ മാർവലിന്റെ ആ ഒരു സീരീസിലേക്കൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം അവർ ഏതിനെങ്കിലും ഒന്നിന്റെ ഓരോ സീസൺ വെച്ച് ഇറക്കും. എന്നിട്ട് അതിന്റെ ഓഡിയൻസിന്റെ റിസപ്ഷൻ നോക്കിയിട്ടാണ് അവർ ബാക്കിയുള്ള സീസൺ
ചെയ്യണോ വേണ്ടിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ ബ്രാഡിന്റെ ഭാഗത്ത് നമുക്ക് ഇപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ആ ഒരു സ്റ്റൈലിലായിരിക്കില്ല മാർവൽ പോകുന്നത്. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ സത്യം പറഞ്ഞാൽ ഒരു മെഗാ സീരിയൽ പോലെ ഒരു ട്രഡീഷണൽ ടെലിവിഷൻ അപ്രോച്ച് ആയിരിക്കും മാർവലിന്റെ സീരീസുകളും ആനിമയും ഫോളോ ചെയ്യാൻ പോണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ പൊന്നോ, ഷീഹൽക്കിൻ്റെ ഒക്കെ സീസൺ 2 സീക്രട്ട് ഇൻവേഷൻ ഒക്കെ കാണേണ്ടി വരുമല്ലോ എന്നാണ് ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. പക്ഷേ ഇതിൻ്റെ കൂടെ പുള്ളിക്കാരൻ വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ഡെയർ ഡെവിൾ ബോൺ അഗൈനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇതുവരെ മാർവലിൻ്റെ ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ കാണാത്ത രീതിയിൽ എന്താണ് ഇതിന് പറയണത്, നമ്മൾ ഇതുവരെ MCUവിനകത്ത് കണ്ടതിനേക്കാളും ഏറ്റവും കൂടുതൽ ബ്രൂട്ടലും വയലൻസും ആയിട്ടുള്ള ഒരു ആക്ഷൻ സീരീസ് തന്നെയായിരിക്കും ഡെയർ ഡെവിൾ ബോൺ അഗൈൻ എന്നാണ് ബ്രാൻഡിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഒബ്വിയസ്ലി നമുക്കറിയാം TV മെച്യൂർഡ് തന്നെയാണ്, PG-13 ആയിരിക്കില്ല. സോ എന്താണോ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ കണ്ട് അതിനേക്കാളും ഒരുപടി മേലിലായിരിക്കും ഇതിന്റെ വയലൻസും ബ്രൂട്ടാലിറ്റി എന്നുള്ള കാര്യങ്ങളാണ് ബ്രാഡ് നമ്മളോട് പറയുന്നത് തന്നെ. സോ ആൻഡ് അത് കൂടാതെ തന്നെ ഇപ്പോൾ ഈ ഒരു ട്രഡീഷണൽ അപ്രോച്ചാണ് അവർ ഫോളോ ചെയ്യാൻ പോകണമെങ്കിൽ നമുക്ക് ഇനി ഡെയർ ഡെവിളിൻ്റെ സീരീസിനും മൾട്ടിപ്പിൾ ആയിട്ടുള്ള സീസൺ നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. മെഗാ സീരിയലാക്കി നശിപ്പിക്കരുത് എന്നുള്ളൊരു ഒരേ ഒരു അപേക്ഷ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേട്ടത് കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. അതായത് നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ പോലെ തന്നെ താനോസ് മിക്കവാറും DC-യിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം റീസെന്റ് ഒരു അപ്ഡേറ്റ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജെയിംസ് ഗൺ ഡയറക്ട്ലി ജോഷ് ബെർലാനായിട്ട് പുള്ളിക്കാരനെ ആക്ച്വലി അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ലാൻഡേൺ സീരീസിനകത്ത് ഹാൾ ജോർഡന്റെ ക്യാരക്ടറിനെ ചെയ്യാൻ വേണ്ടി തന്നെ. നമുക്കറിയാം ജോഷ് ബെർലിൻ തന്നെയാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനകത്ത് താനോസിന്റെ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് പുള്ളിക്കാരൻ കേബിളിന്റെ ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് പുള്ളിക്കാരൻ ഹാൽ ജോർഡൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നതിലൂടെ എനിക്കറിയില്ല അത് എത്രത്തോളം ഇതാണ്. കാരണം പുള്ളിക്കാരൻ ഇപ്പൊ തന്നെ നല്ല പ്രായമുണ്ട്. എന്താണ് ജെയിംസ് ഗൺ ഇത് വെച്ച് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ സാധിച്ചില്ല. ഇതിപ്പോഴും കൺഫേംഡ് അല്ല, പക്ഷെ ഇപ്പൊ നല്ല ഹൈ പ്രൊബബിലിറ്റി ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ഇതിനു മുമ്പ് നമുക്കൊരു ഹാൾ ജോർഡനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റാരും അല്ല, റയാൻ റെനോൾഡ്സ് ആണ് പുള്ളിക്കാരൻ. അത് ഇപ്പോൾ ആലോചിക്കുമ്പോഴും പുള്ളിക്കാരൻ എന്താ പറയണ്ടേ, നൈറ്റ് മെയർ ആണ്. പുള്ളിക്കാരൻ രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ഡെഡ് പൂള് ചെയ്തത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാനെ കുറിച്ചും ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൂപ്പർമാൻ്റെ യൂണിവേഴ്സ് സത്യമായി ഒരു സിംഗിൾ ആയിട്ട് പോകുന്ന ഒരു യൂണിവേഴ്സ് അല്ല. ഇതിനകത്ത് മൾട്ടിപ്പിൾ ടൈം ലൈൻ ഉണ്ടാവും, മൾട്ടിപ്പിൾ പാരലൽ വേൾഡ്സ് ഉണ്ടാവും. സോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ DC എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സിൽ കണ്ട കാര്യങ്ങളും കണ്ട ക്യാരക്ടേഴ്സും മിക്കവാറും തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചെറിയൊരു ശുഭാപ്തി പ്രതീക്ഷ നമുക്ക് കൊടുക്കാം. ആൻഡ് അത് കൂടാതെ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് മിക്കവാറും ഈ സൂപ്പർമാൻ ബ്ലാക്ക് സ്യൂട്ട് ഇട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നും കൂടി ചെറിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ബ്ലാക്ക് സ്യൂട്ട് ഇട്ട് നമ്മൾ കണ്ടത് നമ്മുടെ സ്നൈഡർ കട്ടിൽ തന്നെയായിരുന്നു. പക്ഷെ ഇതിനകത്ത് എന്താണെങ്കിലും ഈ ഒരു സിനിമയ്ക്കകത്തും സൂപ്പർമാൻ ബ്ലാക്ക് സ്യൂട്ട് ഇടും എന്നുള്ളൊരു അപ്ഡേറ്റും കൂടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഇതെല്ലാം പോരാത്തതിന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പീസ് മേക്കർ ഇതിൻ്റെയൊക്കെ എവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ എവിടെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞ പീസ് മേക്കർ ഇതിൻ്റെയൊക്കെ സത്യം പറഞ്ഞ ഒരു കാറ്റലിസ്റ്റ് ആയിട്ടുള്ളൊരു സീരീസ് ആണ്. പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞു സീസൺ 1 സത്യം പറഞ്ഞാൽ ക്യാനൻ അല്ല, സീസൺ 2 മുതലാണ് ക്യാനൻ ആകാൻ പോകുന്നത് തന്നെ. സോ ഇതെല്ലാം ഒരു കറക്റ്റ് ഒരു എന്താ പറയുക ഒരു ലെയർ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞിട്ട് മാത്രമേ അവരെന്താണെങ്കിലും സീസൺ 2 പീസ് മേക്കർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഇതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും നമുക്ക് സീസൺ 2 ഓഫ് പീസ് മേക്കറിലും കാണാൻ സാധിക്കുന്നത്. സോ ഇനി നമുക്ക് നേരെ സോണിയുടെ സ്പൈഡർമാൻ്റെയും അത് കൂടാതെ തന്നെ വെനത്തിനെയും കുറിച്ചൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ലാഷർ എന്ന് പറഞ്ഞിട്ടുള്ള സിംബിയോട്ടിനെ അവർ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വെനത്തിന്റെ ഒരു ബ്രദർ തന്നെയാണ്. ആൻഡ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ക്യാരക്ടറിനെ കണ്ട്? ഈ ഒരു ക്യാരക്ടർ ഈ സിനിമയ്ക്കകത്ത് പുതിയ വരാൻ പോണ വെനം ലാസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. ആൻഡ് അതിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ വ്യാഴാഴ്ച അല്ലെങ്കിൽ ഈ തേഴ്സ്ഡേ നമുക്കൊരു ഒഫീഷ്യൽ ട്രെയിലർ വെനത്തിന്റെ സിനിമയുടെ ലഭിക്കാൻ പോകുന്നത് തന്നെയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കും എന്നുള്ളൊരു സാധനം തന്നെ. പക്ഷെ ഇപ്പോഴത്തെ കുറെ ലീക്സ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വെനത്തിന്റെ തവള വെർഷനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വെനത്തിന്റെ കുതിരയെ നമ്മൾ മറ്റേതിനകത്ത് ടീസായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് കോപ്പാണ് വരാൻ പോണത് എനിക്കറിയില്ല. സോ ഈ കാര്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ വെനം സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ സ്റ്റേ ട്യൂൺ ഫോർ തേഴ്സ്ഡേ വെനത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വരുന്നത് തന്നെയായിരിക്കും. സോ ഇനി നമുക്ക് നേരെ കുറെ റൂമേഴ്സ് ടെറിട്ടറിയിലേക്ക് നമുക്ക് കടക്കാം. ഇത് സത്യമാകണമെന്നില്ല, ചിലപ്പോൾ സത്യമാകാം അല്ലെങ്കിൽ സത്യമാകാതിരിക്കാം. പക്ഷെ എന്നാലും നമുക്ക് ഈ ആഴ്ച കുറേയധികം റൂമേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് കുറേയധികം സിനിമകളുടെ അപ്ഡേറ്റ് തന്നെയാണ്. അതായത് എന്ന് പറഞ്ഞാൽ
അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്കും ആൻഡ് അവഞ്ചേഴ്സ് സീക്രട്ട് വേഴ്സിന് ഇൻ ബിറ്റ്വീൻ കുറേ സിനിമകൾ നമുക്ക് ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ആ ഒരു ലിസ്റ്റിലേക്ക് തന്നെ നമുക്ക് ആദ്യമേ കടക്കാം. എടുത്തു പറയേണ്ടത് തന്നെയാണ് സ്പൈഡർമാൻ 4. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതായത് ഇവർ കുറച്ചും കൂടി ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ സോണിക്ക് കുറച്ചും കൂടി മൾട്ടിവേഴ്സ് എലമെന്റ്സിനകത്ത് ആഡ് ചെയ്യണം. എന്താണ് നമ്മൾ നോവേ ഹോമിൽ കണ്ടിട്ടുള്ളത്, അതിൻ്റെ ഒരു 2.0 വേണമെന്നുള്ളൊരു കാര്യം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അടുത്ത വർഷം ഫിലിമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു കാര്യത്തിൽ ഏകദേശം കൺഫേം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ കൺഫേംഡ് തന്നെയാണ്. ഇത് ഡൂംസ്ഡേക്കും സീക്രട്ട് വാഴ്സിനും ഇൻ ബിറ്റ്വീൻ തന്നെയായിരിക്കും ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത് തന്നെ. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു സിനിമ തന്നെയാണ് ഷാങ്ചിയെ കുറിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു അപ്ഡേറ്റ് നമുക്ക് അടുത്ത് തന്നെ നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഷാങ്ചിയുടെ പുതിയ സിനിമയും നമുക്ക് ഏകദേശം ഈ ഒരു 2 സിനിമയുടെ ഇൻ ബിറ്റ്വീൻ ആണ് ലഭിക്കാൻ പോണേന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് പിന്നീട് എടുത്ത് പറയേണ്ട ഡോക്ടർ സ്ട്രേഞ്ച് 3 മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് കഴിഞ്ഞിട്ട് ആ ഒരു സിനിമയ്ക്ക് നമുക്കൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് ആ ഒരു സിനിമയുടെ പുരോഗമനം അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്നുള്ളൊരു കാര്യമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. സോ മിക്കവാറും ഈ സിനിമയും ഡൂംസ്ഡേയുടെയും സീക്രട്ട് വാഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ സംഭവിക്കുന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. നമുക്ക് നോക്കാം എന്താണ് പുതിയ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ജേർണിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന്. അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് സ്കാർലറ്റ് വിച്ച്, നമ്മുടെ വാൻഡ ഡോക്ടർ സ്ട്രേഞ്ച് സിനിമയ്ക്കകത്ത് മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ വിഷന്റെ സീരീസിനകത്ത് വാൻഡ എന്താണെങ്കിലും തിരിച്ചു വരും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. പക്ഷെ ഇപ്പോൾ റൂമേഴ്സ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ വാൻഡയുടെ ഒരു സോളോ ഫിലിമും കൂടി നമുക്ക് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഇത്രയും ചോദിക്കുന്നത്, ഇത് ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഹൾക്കിനെ ഒന്ന് പരിഗണിക്കുക. പാവം മറ്റേ ഇൻക്രെഡിബിൾ ഹൾക്കിന് ശേഷം ഒരു ഒറ്റ സിനിമ പോലും പുള്ളിക്കാരന് കിട്ടിയിട്ടില്ല. ആ ഒരു ഹൾക്കിനെ ഒന്ന് പരിഗണിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ വാൻഡ ഇസ് വാൻഡ ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നത് ഇറ്റ്സ് വാൻഡ. സോ ഇതെല്ലാം തന്നെയാണ് ഈ ആഴ്ചയുടെ നമ്മുടെ ഹീറോവേഴ്സിനകത്ത് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ടായിരുന്ന ന്യൂസ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, സിനിമകൾ DC-യുടെ മാർവലിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. നിങ്ങൾ ഇതിനകത്ത് ഏതൊരു ന്യൂസിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളും കൂടി പരിഗണിക്കാവുന്നത് തന്നെയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു 100K എന്ന് പറഞ്ഞ ഗോളിൽ എത്താൻ പറ്റുള്ളൂ. കുറേ വർഷമായി നമ്മുടെ കമ്മ്യൂണിറ്റിയെ നമുക്ക് വളർത്തിക്കൊണ്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾ ആ ഒരു സപ്പോർട്ട് എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ടൈമൊന്നും എടുക്കുന്നില്ല. നമ്മുടെ ഓണമൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. സോ ഞാനും എക്സൈറ്റഡ് തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ സേഫ്. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.